നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ചിലർക്കെങ്കിലും ഉണ്ടാകുന്നൊരു സംശയമാണ്, ചിലരെങ്കിലും പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റഡായിട്ട് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വരുന്ന ആളുകളും സിറ്റുവേഷൻസും മാറി വരുന്നുണ്ടോ എങ്കിലും അതുണ്ടാക്കുന്ന എഫക്റ്റ് അത് ഓൾമോസ്റ്റ് സിമിലറാണ്. ഒരു ലൂപ്പിൽ പെട്ടതുപോലെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അഗ്രം കാണാത്ത ഒരു സർക്കിളിനുള്ളിലായിപ്പോയതുപോലെ. ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലാണെങ്കിലും അങ്ങനെ തന്നെ, ബന്ധങ്ങളെപ്പറ്റി പറയുമ്പോഴും കരിയറിനെ പറ്റി പറയുമ്പോഴും ഒക്കെ തന്നെ ഒരേ രീതിയിൽ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ചില ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് മാറിയും തിരിഞ്ഞും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നെ ഹേർട്ട് ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന ആളുകൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മളെ ഇത്തരത്തിൽ അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ബിയോണ്ട് അവർ ബോഡി നമ്മളെല്ലാവരും ഒരു എനർജിയാണ് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. ശരീരം എന്നതിനെ അതാകുന്ന അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഊർജം തന്നെയാണ് എന്നതിൽ സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ്. വിതൗട്ട് ദാറ്റ് എനർജി വി ആർ നത്തിങ് എന്ന് പറയാം അല്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് കാര്യം? മൂവീസിലൊക്കെ അതിൻ്റെ രചയിതാക്കൾ ചില ഡീമൺസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ? വളരെ ഭീകരമായിട്ടുള്ള ചില ഡീമൺസിന്. എന്താണ് ആക്ച്വലി ഈ ഡീമൺ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? DE മീൻസ് നെഗറ്റീവ് ആൻഡ് മോൺ മീൻസ് ഇമോഷൻ. അങ്ങനെയെങ്കിൽ ഡീമൺ എന്നതിന് അർത്ഥം എന്തായിരിക്കാം? നെഗറ്റീവ് ഇമോഷൻ. ഇമോഷൻ എന്ന് പറയുന്നതിനെ ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എനർജി ഇൻ മോഷൻ. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈച്ച് ആൻഡ് എവറി തോട്ട്സ്, ഓരോ ചിന്തകളും നമ്മളിൽ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സങ്കടമുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വന്നാൽ അതിൻ്റെ എഫക്റ്റ് നമ്മളിലുണ്ടാകും അല്ലേ? അത്തരത്തിലൊരു ഫീലിങ്സിലേക്ക് നമ്മൾ പോകും. അങ്ങനെയെങ്കിൽ ഓരോ ചിന്തകളും ഓരോ ഇമോഷനെ ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ആ ഇമോഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. വെദർ ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. തീർച്ചയായും നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ ചിന്തകൾക്കും കറസ്പോണ്ടിങ് ആയി ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദിവസത്തിൽ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകൾ കടന്നു വരുന്നുണ്ട്? ആ ചിന്തകളുടെ, ആ ഇമോഷൻസിൻ്റെ, അതുവഴി ഉണ്ടാകുന്ന എനർജിയുടെ ആകെ തുകയായിട്ടായിരിക്കും നമ്മൾ ആ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ഈ പറയുന്ന രണ്ട് എനർജിയും തമ്മിൽ ഒരു ഫൈറ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് തന്നെയാണ്. ഇതിൽ ആരാണോ വിജയിക്കുന്നത് അവരായിരിക്കും നമ്മുടെ ദിവസത്തെ റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. ദാറ്റ്സ് വൈ എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ പ്രഭാതം ഏറ്റവും പോസിറ്റീവ് എനർജിയോടുകൂടി പ്രിപ്പയർഡായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. സോ എല്ലാ ദിവസവും ആ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ദറ്റ് ഡേ നമുക്ക് ആ ഒരു എനർജി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായി കണ്ടിട്ടുണ്ടാവും. സോ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസ് വൈ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവരായി കടന്നു വരുന്നതല്ല, നമ്മളായി ക്ഷണിച്ചു വരുത്തുന്നതാണ്. സോ നിങ്ങളുടെ എനർജി ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. സോ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. പ്രിപ്പയർ യുവർ ഡേ ആൻഡ് stay positive. Bye bye.